രാത്രി 9:30 കടമറ്റം കത്തനാർ സീരിയലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പാമ്പിലൊരു തേങ്ങ വീണാൽ മതി ഞെട്ടിട്ട് തെറിച്ചു പോകാൻ. അങ്ങനെ പേടിച്ചിരിക്കുന്ന സമയത്ത് ഈ പരേതാത്മാവും കൂടെ കയറി കഴിഞ്ഞാൽ തീർന്നു പ്രശ്നം. അപ്പോൾ ഭദ്രമായിട്ട് മാർബിളൊക്കെ ഇട്ട് സീൽ ചെയ്ത് ഇനി ആ ആത്മാവിൻ്റെ ശല്യം ഉണ്ടാവില്ല എന്ന വിശ്വാസത്തിൽ, ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള വിശ്വാസത്തിൽ നമ്മളിതാ വീട്ടിലേക്ക് വരുന്നു, ആ മരണം ആഘോഷിക്കും. കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ആ ശവകുടീരത്തിനടിയിൽ ആ ശരീരം ദിവസങ്ങൾക്കകം നശിച്ച് ജീർണിച്ച് മണ്ണിൻ്റെ ഭാഗമായി മാറും. അഥവാ ഒരു സൂപ്പ് പോലെയാണ്. ആ സൂപ്പ് പരുവത്തിലുള്ള ശരീരത്തെ വലിച്ചെടുക്കാനായിട്ട് ഒരു മരം അടുത്ത് നിൽപ്പുണ്ട്. ആ മരം അതിൻ്റെ വേരുകൾ എല്ലാ വഴിക്കും വിടുക, എവിടെയെങ്കിലും ഭക്ഷണ സാധനം ഉണ്ടെങ്കിൽ വലിച്ചെടുക്കാനായിട്ട്. നമ്മൾ നാരങ്ങ വെള്ളത്തിനകത്തൊരു കുഴലിട്ടിട്ട് വലിച്ചു കുടിക്കത്തില്ലേ നല്ല സന്തോഷത്തോടെ, അതുപോലെ ഈ വേരിൽ കൂടെ ആ മരിച്ച വ്യക്തിയുടെ ശരീരത്തിൻ്റെ അംശങ്ങൾ വലിച്ചെടുത്ത ചെടി മുകളിലേക്ക് കൊണ്ടുപോകും. ദിവസങ്ങൾക്ക് ശേഷം മരിച്ച മഹാനായ മനുഷ്യന്റെ മസ്തിഷ്കം, ആ ബ്രെയിൻ ഉൾപ്പെടെ നമ്മൾ രാവിലെ കണ്ടു, ബ്രെയിനത്ത് ഭയങ്കരമാണ്. ആ മസ്തിഷ്കം ദിവസങ്ങൾക്ക് ശേഷം ആ തെങ്ങിൻ്റെ മുകളിലെത്തി ഒരു തേങ്ങയായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ഇവിടെയാണ് നമ്മൾ ഒരു വലിയ പരിവർത്തനം കാണുന്നത്. മരണം എന്ത് എന്ന നിർവചനം. ആ മനുഷ്യൻ ഭൂമിയുടെ ഭാഗമായി മാറുകയാണ്. ആ മനുഷ്യനെ നിർമ്മിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ആ മൂലകങ്ങൾ ഇപ്പൊ ഭൂമിയുടെ ഭാഗമായി മാറി. മറ്റൊരർത്ഥത്തിൽ അതുവരെ ഭൂമിക്ക് ഭാരമായിരുന്ന ഒരു മനുഷ്യൻ ഭൂമിയുടെ ഭാഗമാകുന്ന നിമിഷം, അതാണ് മരണം. ജീവരസതന്ത്ര ദൃഷ്ടി ഇതെങ്ങനെ നമുക്ക് കണ്ടെത്തണം? സൃഷ്ടിച്ചതിനെ പറ്റി ഒരു കഥയിൽ പറയുന്നു, ദൈവം മണ്ണുകൊണ്ടൊരു മോഡൽ ഉണ്ടാക്കി. ആ മോഡലിന്റെ മൂക്കിന്റെ സ്ഥാനത്ത് 2 ദ്വാരമുണ്ടാക്കി. ആ ദ്വാരത്തിലേക്ക് ജീവന്റെ ശ്വാസം പ്രവേശിച്ചപ്പോൾ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് സൃഷ്ടാവിനെ നമസ്കരിച്ചു. ഇതൊരു കഥയായിരിക്കാം, പക്ഷെ ആ കഥയിൽ വലിയൊരു കാര്യം അടങ്ങിയിട്ടുണ്ട്. ആ മരിച്ച മനുഷ്യന്റെ വിലാപയാത്ര പള്ളിയിലെത്തിയപ്പോൾ അച്ഛൻ ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാവും, മനുഷ്യ നീ മണ്ണാകുന്നു, മരണശേഷം നീ മണ്ണിലേക്ക് മടങ്ങുമെന്ന്. സത്യമാണ്. മരിച്ച ശേഷം ആ ശരീരം ഒരു സൂപ്പായിട്ട് മാറി നമ്മൾ കണ്ടു, മണ്ണിന്റെ ഭാഗമായി മാറി. അപ്പൊ മണ്ണുകൊണ്ട് മെനഞ്ഞെടുക്കപ്പെട്ട മനുഷ്യൻ എന്ന് പറയുന്നതിന് വലിയ അർത്ഥമുണ്ട്. ഈ പ്രപഞ്ചം മുഴുവനും ഏതാണ്ട് 120 എലിമെന്റ്സ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് നമുക്കറിയാം. ഏതാണ്ട് 120ഓളം എലിമെന്റ്സ്. 100 നാച്ചുറലി ഒക്കെ അറിഞ്ഞാൽ. പക്ഷെ മനുഷ്യ ശരീരം എടുത്ത് നമ്മുടെ കെമിസ്ട്രി ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചാൽ ഈ 120 കാണത്തില്ല. പക്ഷെ നിങ്ങൾ കെമിസ്ട്രി പ്രാക്ടിക്കലൊക്കെ ചെയ്തിട്ട് കൈ കഴുകാതെ ദേഹം അനലൈസ് ചെയ്താൽ ഒത്തിരി എണ്ണം കാണും. ബിസ്മത്തിൽ ലഡു ആസനിക്കും ഒക്കെ കാണും. പക്ഷെ അതൊന്നും ശരീരത്തിന്റെ ഭാഗമല്ല, നിങ്ങൾ കൈ കഴുകാത്തതുകൊണ്ട് സംഭവിച്ചു. പക്ഷേ ശരീരത്തിന്റെ അവശ്യ ഭാഗങ്ങളായിട്ട്, എസെൻഷ്യൽ കമ്പോണൻസ് ആയിട്ട് 22 കെമിക്കൽ എലിമെന്റ്സ് ഉണ്ട്. അതാണ് ഈ ചിത്രത്തിൽ കാണുന്ന കെമിക്കൽ എലിമെന്റ്സ്. അവയ്ക്ക് കൊടുത്തിരിക്കുന്ന ഓമന പേരാണ് ബയോ എലിമെന്റ്സ്. ബയോ എലിമെന്റ്സ് സജീവ ശരീരത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളായ കെമിക്കൽ എലിമെന്റ്സ്. അതിലേതെങ്കിലും ഒന്ന് ഇല്ലാതെ വന്നാൽ പിന്നെ ജീവൻ അസാധ്യമാണ്. ഉദാഹരണത്തിന് അയണിന്റെ അംശം അല്പം കുറഞ്ഞാൽ മതി, ആകെ വിളർച്ചയായിരിക്കും. ക്ലാസ്സിലിരുന്ന് ഉറങ്ങാൻ തുടങ്ങും, നടക്കുമ്പോഴും ഉറങ്ങാൻ തുടങ്ങും, വല്ലതും ചെന്ന് മറിഞ്ഞു വീഴും. വിളർച്ച, അനീമിയ. അയോഡിൻ ഇല്ലെങ്കിൽ ഇതിലും കഷ്ടമാണ്. അയോഡിൻ ഭക്ഷണത്തിലില്ലാതെ വന്നാൽ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാം, തൊണ്ടയിൽ വലിയൊരു മുഴ, ഗോയിറ്റർ. അങ്ങനെ ഇതിൽ ഓരോന്നും ശരീരത്തിന് അത്യാവശ്യമുള്ളതാണ്. പക്ഷേ 2 ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. ആദ്യത്തെ ഗ്രൂപ്പിൽ 11 എണ്ണം ഉണ്ട്. ആ 11 എണ്ണം വളരെ അധികം കാണപ്പെടുന്നു സജീവ ശരീരത്തിൽ. അവയെ നമ്മൾ ബൾക്ക് എലിമെന്റ്സ് എന്ന് വിളിക്കും. ബൾക്ക് എലിമെന്റ്സ് അല്ലെങ്കിൽ മാക്രോ എലിമെന്റ്സ്. രണ്ടാമത്തെ ഗ്രൂപ്പ് അല്പാൽപ്പേ ഉള്ളൂ. അതിന് നമ്മൾ ട്രേസ് എലിമെന്റ്സ് അല്ലെങ്കിൽ മൈക്രോ എലിമെന്റ്സ് എന്ന് വിശേഷിപ്പിക്കും. അപ്പോൾ 11 മാക്രോ എലിമെന്റ്സും 11 മൈക്രോ എലിമെന്റ്സും ഒരു ശരീരത്തിൽ എത്ര വീതം ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അത്രയും നമ്മൾ കൃത്യമെടുത്തൊരു തൊട്ടിക്കകത്തിട്ട് തവിയിട്ട് ഇങ്ങനെ ഇളക്കി വിചാരിച്ചു. അതിനകത്തുനിന്ന് എന്തെങ്കിലും ജീവികൾ ചാടി വരുമോ? ഇല്ല. അങ്ങനെ ഒരു ജീവനെ ഉണ്ടാക്കാൻ നമുക്ക് പറ്റത്തില്ല. ഈ കെമിക്കൽ എലിമെന്റ്സ് മിക്സ് ചെയ്താൽ മാത്രം പോരാ, അതോടൊപ്പം ലൈഫ് അതിലേക്ക് നമ്മൾ പ്രവേശിപ്പിക്കണം. അതെങ്ങനെയെന്ന് മനുഷ്യൻ കണ്ടെത്തിയിട്ടില്ല. അതിനുള്ള ശ്രമമാണ് ഇപ്പം നടക്കുന്നത്.
എങ്ങനെ ഇത്രയും നിർജീവമായ മൂലകങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ ഒരു സജീവ ശരീരമായിട്ട് രൂപാന്തരപ്പെടുന്നു? അതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ജീവരസതന്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും അത് തന്നെയാണ്. അതിൻ്റെ ഉത്തരമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ എലിമെൻറ്റ്സ് ബയോ എലിമെൻറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ബുക്കുള്ളവർ ഇതൊന്ന് എഴുതി വെക്കുന്നതല്ലാണ്. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഇല്ല എന്ന് എനിക്ക് രാവിലെ പലരെയും കണ്ടപ്പോൾ തോന്നി. നല്ല ഓർമ്മയാണ് പലർക്കും. കേൾക്കുന്നെല്ലാം തലയിൽ തന്നെ സംഗ്രഹിക്കാനുള്ള അസാധാരണ കഴിവ് പലർക്കും ഉണ്ട്. അത് നല്ല ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഒന്ന് എഴുതി വെക്കണം. അറിഞ്ഞിരിക്കേണ്ട എന്തൊക്കെ എലിമെൻറ്റ്സാണ് നമ്മുടെ ശരീരത്തിനകത്തുള്ളതെന്ന്. 22 എണ്ണം. അത് 2 ഗ്രൂപ്പാണ്. ആദ്യത്തെ ഗ്രൂപ്പ് 11 എണ്ണം ബൾക്ക് എലിമെൻറ്റ്സ്, BULK, ബൾക്ക് എലിമെൻറ്റ്സ് എന്ന് വെച്ചാൽ ഒത്തിരി എടുത്തിട്ടുണ്ട് അതെല്ലാം. പിന്നെ 11 എണ്ണം അല്പാൽപ്പം എടുത്തിരിക്കും. മനുഷ്യനെയും മറ്റു മൃഗങ്ങളെയും ചെടികളെയും ബാക്ടീരിയ ഒക്കെ ഉണ്ടാക്കാൻ പ്രപഞ്ച സൃഷ്ടാവ് ഉപയോഗിച്ചിരിക്കുന്ന ഇതാണ്. ഇതെല്ലാം കൂടെ കുഴച്ചെടുത്തൊരു മോഡൽ ഉണ്ടാക്കി എന്ന് പറഞ്ഞതിൽ ഒത്തിരി ആശയമുണ്ട്. മനുഷ്യനെ ഉണ്ടാക്കാനായിട്ട് ദൈവം സ്വർഗത്തിൽ നിന്ന് പ്രത്യേകിച്ച് കുറച്ച് മണ്ണ് ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല ഈ ഭൂമിയിലോട്ട്. ഈ ഭൂമിയിലെ മണ്ണ് തന്നെ എടുത്ത് കുഴച്ച മനുഷ്യനെ ഉണ്ടാക്കിയത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഭൂമിയുടെ ഭാഗമാണ് മനുഷ്യൻ. ഈ ഭൂമിയിൽ ഈ മണ്ണിൽ ഉള്ള മൂലകങ്ങളെ തന്നെയാണ് മനുഷ്യ ശരീരത്തിൻ്റെ നിർമ്മിതിക്കും ദൈവം ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മണ്ണും മനുഷ്യനും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. മനുഷ്യൻ ഈ മണ്ണാകുന്നു എന്ന് പറഞ്ഞത് ചില പിള്ളേരുടെ തലയ്ക്കകത്ത് കളിമണ്ണുണ്ടെന്ന് ടീച്ചേഴ്സ് പറയാറുണ്ട്. അതോർത്തോണ്ടല്ല. മനുഷ്യൻ്റെ ശരീരം മുഴുവൻ അത് തന്നെയാണ്, മുഴുവൻ മണ്ണിൽ നിന്നുണ്ടായതാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് മനുഷ്യൻ. ആ പേരുകളൊന്ന് പരിചയപ്പെടുക. ആദ്യത്തെ 11 എണ്ണം ബൾക്ക് എലിമെൻറ്റ്സ് അല്ലെങ്കിൽ മാക്രോ എലിമെൻറ്റ്സ്, ഒത്തിരി എടുത്തിട്ടുണ്ട്. പിന്നത്തെ ട്രേസ് എലിമെൻറ്റ്സ്, മൈക്രോ എലിമെൻറ്റ്സ്, അല്പാൽപ്പം എടുത്തിട്ടുണ്ട്. അങ്ങനെ 22 എണ്ണം എടുത്ത് കുഴച്ചാൽ ശരീരം കിട്ടും. പക്ഷെ അതിന് ജീവനില്ല. ജീവൻ കൊടുക്കാൻ കഴിഞ്ഞാൽ എളുപ്പമായി, ഭാവിയിൽ സാധിച്ചേക്കാം. സ്വഭാവമുണ്ട്. അവർ ഒറ്റയ്ക്ക് നിൽക്കത്തില്ല, പേടിയാണ്. 2 എലിമെൻറ്റ്സ് അടുത്തടുത്ത് വന്നാൽ അവർ കയറി കൈ കോർത്ത് പിടിക്കും. സായിപ്പന്മാരങ്ങനെ പരിചയമില്ലാത്തവരെ കണ്ടു കഴിഞ്ഞാൽ കയറി പിടിച്ച് കുലുക്കി ഞെരിച്ച് ഒരാൾക്ക് അറിയുന്നവരെ പിടിപെടത്തില്ല. കെമിക്കൽ എലിമെൻസിനും ഇതേ അസുഖമുണ്ട്. കാരണം കെമിക്കൽ എലിമെൻസിനൊക്കെ കൈകളുണ്ട്. കൈ എന്ന് വെച്ചാൽ എന്താ? കമ്പൈനിങ് കപ്പാസിറ്റിയാണ് അഥവാ വാലൻസിയാണ്. നമുക്ക് ഹൈഡ്രജൻ ആറ്റത്തിന് ഒരൊറ്റ കൈയേ ഉള്ളൂ, ഒരൊറ്റ കൈ. ഓക്സിജൻ ആറ്റത്തിന് 2 കൈയുണ്ട്. നൈട്രജൻ ആറ്റത്തിന് 3 ഉണ്ട്. കാർബൺ 4 ഉണ്ട്. അപ്പോൾ 2 ഹൈഡ്രജൻ ആറ്റം അടുത്തടുത്ത് വരുമ്പോൾ ആ ഉള്ള ഓരോ കൈ അവർ ചേർത്ത് പിടിക്കും. അവരുടെ ഇടയ്ക്ക് ഒരു ഓക്സിജൻ വന്നു കഴിഞ്ഞാൽ ആ ഓക്സിജൻ 2 കൈയും 2 വശത്തേക്ക് വിരിച്ചു പിടിക്കും. നമുക്ക് ഈ രംഗം ഒന്ന് ഭാവനയിൽ കാണാം. 2 ഹൈഡ്രജൻ ആറ്റം കൈ പിടിച്ചിരിക്കുന്നു. അത് ഒരു സ്നേഹബന്ധത്തിൻ്റെ അടയാളമാണ്. അതുകൊണ്ടാണ് ആ ബന്ധത്തെ കെമിസ്ട്രിയിൽ നമ്മൾ ബോണ്ട് എന്ന് വിളിക്കുന്നത്. ബോംബല്ല, ബോണ്ട് എന്ന് വെച്ചാൽ ബന്ധനം, ശക്തമായ ഒരു സ്നേഹബന്ധം. അതിനാണ് ഈ കൈകൾ കൊടുത്തിരിക്കുന്ന എലിമെൻറ്റ്സ്. ചുമ്മാ ഈ ടാട്ടാനോ ഈച്ചടിക്കാനോ ഒന്നും അല്ല, തലചൊറിയാനും അല്ല. ഈ കൈകൾ പരസ്പരം സ്നേഹബന്ധത്തിൽ മുറുകെ പിടിക്കാൻ വേണ്ടിയുള്ളതാണ്. ഓക്സിജൻ 2 കരങ്ങൾ ഇരുവശത്തേക്ക് വിരിച്ചു പിടിച്ചപ്പോൾ ആ ഓരോ കയ്യിലും ഓരോ ഹൈഡ്രജൻ വന്ന് പിടിച്ചു. 3 പേർക്ക് സന്തോഷമായി. അവിടെ പുതിയൊരു ബന്ധം സ്ഥാപിക്കപ്പെട്ടു, പുതിയൊരു തന്മാത്ര ജനിച്ചു. അതാണ് ജലത്തിൻ്റെ, വെള്ളത്തിൻ്റെ തന്മാത്ര അഥവാ മോളിക്യൂൾ. ഇത്തരത്തിൽ കോടിക്കണക്കിന് മോളിക്യൂൾസ് ഉണ്ട് നമ്മൾ കുടിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത്. അപ്പൊ കെമിക്കൽ എലിമെന്റ്സിന്റെ ഒക്കെ പൊതു സ്വഭാവമാണിത്. പരസ്പരം സ്നേഹബന്ധത്തിൽ കെട്ടിപ്പിടിക്കുക. അപൂർവം ചില എലിമെന്റ്സ് കെമിസ്ട്രി നമ്മൾ പഠിക്കും. ഇനർട്ട് ഗ്യാസസ് പോലെ, ഇനേർട്ട് ഗ്യാസസ്, റയർ ഗ്യാസസ്. അവർക്ക് കൈ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സന്യസിക്കുന്ന ഇഷ്ടം. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ കൈ കോർത്ത് പിടിച്ച് കോമ്പൗണ്ട്സ് ഉണ്ടാക്കും. അങ്ങനെയെങ്കിൽ മനുഷ്യ ശരീരത്തിൻ്റെയും മറ്റ് സജീവ വസ്തുക്കളുടെയും അവിഭാജ്യ ഘടകങ്ങളായ ആ ബയോ എലിമെന്റ്സ് ഉണ്ടല്ലോ, ഇവ ഓരോന്നും പരസ്പരം കെട്ടിപ്പിടിക്കുന്നത് എങ്ങനെയെന്ന് നമുക്കിനി കാണാം. അങ്ങനെ ധാരാളം മോളിക്യൂൾസ് ജനിക്കും. ജീവന്റെ ഭാഗമായ മോളിക്യൂൾസിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ബയോ മോളിക്യൂൾസ് എന്നാണ്. ഇതാണ് പ്രധാനപ്പെട്ട ബയോമോളിക്യൂൾസ് എന്ന് എഴുതി വെക്കുന്നല്ല. ഒരു മനുഷ്യ ശരീരത്തിന് ഇത് ഓരോന്നും എത്ര ശതമാനമുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വെള്ളമാണ് 60%. അവർക്ക് അത്ഭുതം, ഇത്രയുണ്ടോ, നമ്മൾ കുടിക്കുന്ന അത്ര ഇല്ലല്ലോ എന്ന് ഓർക്കും. പക്ഷെ ശരീരത്തിൻ്റെ ഓരോ കോശത്തിനകത്തും ഉണ്ട് നിറച്ചും വെള്ളം. ആ മീഡിയത്തിലാണ് ബാക്കിയുള്ളതൊക്കെ ചലിക്കുന്നത്. 60% ഇസ് വാട്ടർ. പിന്നുണ്ട് 18% പ്രോട്ടീൻ, പിന്നെ 18% ലിപ്പിഡ് എന്ന് വെച്ചാൽ ഫാറ്റി മെറ്റീരിയൽസ്, വെള്ളത്തിൽ കലങ്ങാൻ മടിക്കുന്ന മറ്റ് കോമ്പൗണ്ട്സ്, ഫാറ്റ്. 3.5% മിനറൽസ്. നമ്മുടെ ശരീരത്തിൽ നല്ല ഉറപ്പുള്ള ചില ഭാഗങ്ങളുണ്ട്. പല്ലിനും എല്ലിനും കല്ലിൻ്റെ ഉറപ്പുണ്ടെന്ന് പറയാറില്ലേ അഭിമാനത്തോടെ ചിലരൊക്കെ പരസ്യത്തിൽ, അതുപോലെ ആ ഉറപ്പ് കൊടുക്കുന്നത് കാൽഷ്യം ഫോസ്ഫേറ്റ്, പ്രധാനപ്പെട്ട മിനറൽസ്. അതുകൂടാതെ രക്തത്തിലും മറ്റ് ഫ്ലൂയിഡ്സിലും ഒക്കെ സൈറ്റോപ്ലാസത്തിലും ഒക്കെ
സോഡിയം അയോൺസ്, പൊട്ടാഷ്യം അയോൺസ്, കാൽഷ്യം അയോൺസ്, മഗ്നീഷ്യം അയോൺസ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം ചേർന്നാണ് ഈ 3.5% മിനറൽസ്. പിന്നുണ്ട് 0.5% കാർബോഹൈഡ്രേറ്റ്, ലിവറിലും മസിലിലുമുള്ള ഗ്ലൈക്കോജൻ, രക്തത്തിലുള്ള ഗ്ലൂക്കോസ്, ചില പ്രോട്ടീൻസിന്റെ തുമ്പത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ്. ഇതെല്ലാം ചേർന്നാണ് 0.5% കാർബോഹൈഡ്രേറ്റ്സ്. പിന്നെ അതിപ്രധാനമായ മറ്റു ചില മോളിക്യൂൾസ്, പ്രത്യേകിച്ചും ന്യൂക്ലിക് ആസിഡ്സ്. അല്പാൽപ്പേ ഉള്ളൂ എങ്കിലും അവയുടെ പങ്ക്, അവയുടെ ലിവിങ് സിസ്റ്റത്തിലുള്ള റോൾ വളരെ വലുതാണ്. നമ്മളിങ്ങനെ ഒരു ശതമാനക്കണക്ക് പറഞ്ഞെങ്കിലും ഓരോ വ്യക്തിയിലും ഇതിൽ വ്യത്യാസങ്ങൾ വരാം. ഉദാഹരണത്തിന് ഇനി നമ്മൾ കാണാൻ പോകുന്ന വ്യക്തിയിൽ ഈ സാധനങ്ങളിൽ ഏതാണ് കൂടുതലെന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കാം. ഒറ്റ നോട്ടത്തിൽ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ലിപ്പിഡ്സ് ആണ് കൂടുതൽ. ലിപ്പിഡ്സിന്റെ അളവ് 18 എന്നുള്ളത് 20, 22, 23 ഒക്കെ ആയി കാണും. അപ്പൊ വെള്ളത്തിന്റെ അതനുസരിച്ച് കുറയും. ഇതെങ്ങനെ സംഭവിച്ചു? ഭാവിയിൽ ഒരു ക്ഷാമമുണ്ടാകുമെന്നുള്ള ഭയത്തിൽ ആവശ്യത്തിലേറെ ഭക്ഷണം അദ്ദേഹം കൂടെ കൊണ്ട് നടക്കുക. ഒരു നിരാഹാര സമരത്തിൽ ഇതുപോലെ ഒരാളെ പിടിച്ചിരുത്തുകയാണെങ്കിൽ 1 മാസം ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റും. 1 മാസത്തേക്കുള്ള ഭക്ഷണം കയ്യിലുണ്ട്, സ്റ്റോക്കുണ്ട്. അതൊരു അസുഖമാണ്. പല കാരണങ്ങൾ കൊണ്ട് ഇതുണ്ടാകാം. പക്ഷെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ചെറുപ്പകാലങ്ങളിൽ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന കാലങ്ങളിൽ ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം അകത്ത് ചെല്ലുന്നതാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അൺനെസസറി ഓവർ ഫീഡിങ് ഡ്യൂറിങ് ഏർലി ഇൻഫൻസി, 1 or 2 വയസ്സ്. നമുക്കറിയാം നമ്മുടെ ഉയരം ഇപ്പം അധികം കൂടുന്നില്ലായിരിക്കും പലരുടെയും. എന്നും ഉയരം അളക്കുന്ന ആൾക്കാരുണ്ട് പുരോഗതി അറിയാനായിട്ട്. കുറേ കാലമായിട്ട് വലിയ മാറ്റമില്ല. കാരണം എന്താ? വളർച്ച ഏതാണ്ട് തീരാറായി. പക്ഷെ ചെറുപ്പം തൊട്ട് വളർച്ച അളന്നുകൊണ്ടിരുന്നാൽ നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാൻ പറ്റും, നമ്മുടെ വളർച്ചയുടെ ഗ്രാഫ്. അത് വരച്ചിട്ടുണ്ട് പലരും. അതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് കാണാം. അമേരിക്കയിലെ ആയിരക്കണക്കിന് കുട്ടികളുടെ വളർച്ചയുടെ വേഗത അവരളന്ന് ഇങ്ങനെ പബ്ലിഷ് ചെയ്തതാണ്. എക്സ് ആക്സിസിൽ വയസ്സ്, വൈ ആക്സിസിൽ ഉയരം. ആദ്യത്തെ 2 വയസ്സുകൊണ്ട് ഉയരം വളരെ അങ്ങ് കൂടി. പിന്നെ കുറേശ്ശെ കുറഞ്ഞു വരും. 20 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വളർച്ച വളരെ കുറവാണ്. ഇനി ഒരു 65 വയസ്സൊക്കെ ആയിക്കഴിയുമ്പോഴേക്കും ശകലം കുറയും. കാര്യം വളയാൻ തുടങ്ങും, ആൾ കൂനി നടക്കാൻ തുടങ്ങും. പക്ഷെ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ അഡൽട്ട് ഹൈറ്റിന്റെ പകുതി ഹൈറ്റ് ഈ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ പറ്റും എത്രാം വയസ്സിലാണെന്ന്. അഡൽട്ട് ഹൈറ്റിന്റെ പകുതി ഹൈറ്റ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 2ാമത്തെ വയസ്സിലാണ്. അതായത് ഒരു ആൺകുട്ടി 2 വയസ്സുള്ളപ്പോൾ എത്ര നീളമുണ്ട് എന്ന് നമുക്ക് അളന്ന് നോക്കിയാൽ, അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ ആ പയ്യന്റെ അഡൽട്ട് ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പെൺകുട്ടികളുടെ ആണെങ്കിൽ കുറച്ച് നേരത്തെ മെഷർ ചെയ്യണം, 1.5 വയസ്സുള്ളപ്പോഴേ അളക്കണം. അതിൻ്റെ ഇരട്ടി എടുത്താൽ അതാണ് അഡൽട്ട് ഹൈറ്റ്. വളർച്ചയുടെ വേഗത എങ്ങനെയാണ്? ആദ്യകാലത്ത് ഭയങ്കര വേഗതയാണ് വളരുക, പിന്നെ പതുക്കെ ആവും, പിന്നെ അവസാനമാവും, പിന്നെ വളർച്ചയില്ല. വളർച്ച എന്ന് പറയുമ്പം മുകളിലേക്കുള്ള വളർച്ചയാണ്, ഉയർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. പൊക്കം കൂടുന്നതാണ് വളർച്ച. ഈ വശങ്ങളിലേക്കുള്ള വളർച്ച അത് വളർച്ചയല്ല, അത് ഉയർച്ചയല്ല, അത് തളർച്ചയാണ്, അത് തകർച്ചയുടെ 1ാം ഘട്ടമാണ്. അതാണ് ഇപ്പം നമ്മൾ കണ്ട ഒബേസിറ്റി എന്ന് പറയുന്ന അസുഖം. അതൊരു ഡിസോർഡറാണ്. ആയുർവേദത്തിൽ പറയാറുണ്ട്, ഒരു മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണമാണ് അയാളുടെ സ്വഭാവവും ഒക്കെ നിർണ്ണയിക്കുന്നത് എന്ന്. അങ്ങനെയെങ്കിൽ പണ്ടുള്ള ആളുകൾ പറയുന്ന ഒരു തത്വമുണ്ട്. ഒരു ദിവസം ഒരു മനുഷ്യൻ എത്ര നേരം ഭക്ഷണം കഴിക്കും എന്നറിഞ്ഞാൽ അയാളുടെ സ്വഭാവം നമുക്ക് പറയാൻ പറ്റും. നോക്കുക, ഒരു ദിവസം ഒരിക്കൽ മാത്രം കഴിക്കുന്ന വ്യക്തി ഒരു യോഗി എന്നറിയപ്പെടും, സെയിന്റ്. ദിവസം 2 നേരം കഴിക്കാനുള്ള പ്രലോഭനം ഉണ്ടാകുമ്പോൾ ആ യോഗി ഒരു ഭോഗിയായി മാറും. പോരാ 3 നേരം കഴിച്ചേക്കാന്ന് വെക്കുമ്പോൾ അദ്ദേഹം ഒരു രോഗിയായി മാറും, ചികിത്സ വേണം. അടുത്ത ഘട്ടം 4 നേരം കഴിക്കുന്ന ദ്രോഹിയുടെ അവസ്ഥ. അങ്ങനെയെങ്കിൽ മിനിമം 5 നേരം കഴിക്കുന്ന നമുക്കൊക്കെ വേറെ പേര് വീഴും. അത് പുറത്ത് പറയണ്ട, മനസ്സിലോർത്താണ്. ഇത് പഴയ കഥ. ഒരാൾ എത്ര നേരം കഴിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം എന്നാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഓരോ നേരവും എന്ത് കഴിക്കുന്നു, എത്രമാത്രം കഴിക്കുന്നു എന്നുള്ളതാണ്. ഒരു നേരം ഒത്തിരി കഴിക്കുന്നതിനേക്കാളും നല്ലത് പല നേരം അല്പാൽപ്പം കഴിക്കുന്നതാണ്. കാലറീസ് ആണ് പ്രധാനം, ക്വാണ്ടിറ്റിയേക്കാൾ. ആവശ്യത്തിൽ കൂടുതൽ കാലറീസ് അകത്ത് ചെല്ലുമ്പോഴാണ് അത് ഫാറ്റായിട്ട് മാറുന്നത്. അപ്പോഴാണ് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ആ മനുഷ്യനെ പോലെയുള്ള ആളുകൾ ഉണ്ടാകുന്നത്. ഇത് ഇങ്ങനെ വണ്ണം വെച്ച് വരുന്ന അസുഖം ഇന്ന് വളരെ അധികം സുലഭമാണ്, ഒത്തിരി പേരെ കാണാം. അതുകൊണ്ട് തന്നെ ഉണ്ടാകുന്ന മറ്റ് അസുഖങ്ങളുണ്ട്.
മലയാളത്തിൽ ഒരു വാക്കുണ്ട്, കലാകാരൻ. കലാകാരൻ, ആള് സ്ത്രീയാണെങ്കിൽ കലാകാരി. നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നത് ആ വാക്കിൻ്റെ അർത്ഥം കലയോട് താല്പര്യമുള്ള, കലയിൽ പ്രാവീണ്യമുള്ള വ്യക്തി എന്നാണ്. പക്ഷേ മലയാളം പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരോട് ചോദിച്ചാൽ അറിയാം, ഇതിങ്ങനല്ല നിർവചിക്കേണ്ടത്. ഈ വാക്കിനെ വിഗ്രഹിക്കേണ്ടത് വേറൊരു രീതിയിലാണ്. കലാകാരൻ എന്ന് വെച്ചാൽ കലത്തിൻ്റെ ആകാരമുള്ളവൻ. കലാകാരി ഒരു കലത്തിൻ്റെ ആകാരമുള്ളവൾ. അങ്ങനെ നോക്കിയാൽ ഭാവിയിലെ കലാകാരന്മാരും കലാകാരികളും ധാരാളം ഇവിടെയുണ്ട്. ഞാനും നല്ലൊരു കലാകാരനാണ്. കുട്ടികൾക്ക് പേരിടാൻ നമ്മൾ ജന്മനക്ഷത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അശ്വതി, കാർത്തിക, രോഹിണി, രേവതി എന്നൊക്കെ നല്ല പേരുകൾ ഇടാറുണ്ട് കുട്ടികൾക്ക്. പക്ഷെ ആ കൂട്ടത്തിൽ ഒരു നാൾ ഒരിക്കലും നമ്മൾ കുട്ടികൾക്ക് പേരായിട്ട് ഉപയോഗിക്കാറില്ല, ഭരണി. പക്ഷെ ചില കുട്ടികളെ കണ്ടാൽ അവർക്ക് ഏറ്റവും ചേർന്ന പേരിടാൻ തോന്നും. അതിനൊരു കാരണമുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കിട്ടാനുള്ള സാധ്യതയുണ്ട് ചെറുപ്പത്തിൽ. ഇപ്പൊ പല വീട്ടിലും ഒരു കുട്ടിയേ ഉള്ളൂ, അപ്പനും അമ്മയും, അങ്ങനെയല്ല വിളിക്കുക, മമ്മിയും ഡാഡി. ആ കുട്ടിയെ മത്സരിച്ച് ഭക്ഷണം കൊടുത്ത് വീർപ്പ് മുട്ടിക്കുക. രാത്രിയിൽ എന്തെങ്കിലും ഒരു ഒച്ച വെച്ചാൽ ഉടനെ ഫീഡിംഗ് ബോട്ടിൽ നിറച്ച് ലാക്ടജൻ കലക്കി വായിക്കുത്തി കയറ്റും. ഇങ്ങനെ നിരന്തരം കഴിച്ചും കുടിച്ചും ആ കുട്ടി ദിവസങ്ങൾക്കകം ഒരു കോംപ്ലാൻ ബോയോ കോംപ്ലാൻ ഗേളോ ആയിട്ട് മാറും. അപ്പോഴെന്താ സംഭവിക്കാമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ആ ശരീരത്തിൽ അഡിപ്പോസ് ടിഷ്യൂ എന്നൊരു ഭാഗമുണ്ട്. ഏത് ശരീരത്തിലുണ്ട്? അഡിപ്പോസ് ടിഷ്യൂ. ബയോളജി പഠിച്ചവർക്കൊക്കെ അറിയാം അഡിപ്പോസ് ടിഷ്യൂ. അത് നമ്മുടെ തൊലിയുടെ അടിയിലാണ്. നമ്മുടെ തൊലിയുടെ അടിയിലുണ്ട് അഡിപ്പോസ് ടിഷ്യൂ. മറക്കരുത്, അതിൻ്റെ സ്ഥാനം തൊലിയുടെ അടിയിലാണ്. അതുകൊണ്ടാണ് അതിനെ അഡിപ്പോസ് ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. മറ്റൊന്നുകൂടെ, അദ്ദേഹത്തിന് അടി കൊണ്ടാൽ അടിയുടെ ആഘാതം അകത്തെത്താതിരിക്കാൻ സഹായിക്കും ഈ അഡിപ്പോസ് ടിഷ്യൂ. അതൊരു ഷോക്ക് അബ്സോർബറാണ്. അപ്പോൾ ഈ ടിഷ്യൂവിലുള്ള സെൽസിൻ്റെ നമ്പർ, അഡിപ്പോസൈറ്റ്സ്, അഡിപ്പോസ് ടിഷ്യൂ സെൽസ്, അതിൻ്റെ നമ്പർ നിർണ്ണയിക്കുന്നത് ഒരു വ്യക്തിയുടെ ഏർലി ഇൻഫൻസിയിലുള്ള ഭക്ഷണമാണ്, കാലറി ഇൻടേക്കാണ്. അപ്പോൾ ചെറുപ്പത്തിൽ ആവശ്യത്തിൽ കൂടുതൽ കാലറീസ് ചെന്ന് കഴിഞ്ഞാൽ അഡിപ്പോസ് ടിഷ്യൂ സെൽസിൻ്റെ നമ്പർ അങ്ങ് കൂടും. പക്ഷേ പിന്നെ ആ കുട്ടി ആക്റ്റീവ് ആകുമ്പോൾ ആ പ്രശ്നമൊന്നുമില്ല. ആ സെൽസിനകത്തുള്ള ഫാറ്റ് കണ്ടന്റ് കുറവായിരിക്കും. പക്ഷേ 10-40 വയസ്സ് കഴിഞ്ഞിട്ട് ഒരു വിശ്രമ ജീവിതത്തിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഈ സെൽസിനകത്തൊക്കെ കൊഴുപ്പ് നിറഞ്ഞ് ആളും കൊഴുത്ത് തടിച്ച് ഒരു ഗ്ലോബലൈസ്ഡ് സ്ട്രക്ചറായിട്ട് അങ്ങ് മാറും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഒരു കാരണം ഇതാണ്, വീട്ടിൽ കുട്ടികളില്ല. ഇന്ന് പല മാതാപിതാക്കളുടെ മുദ്രാവാക്യം ഞങ്ങളൊന്ന് ഞങ്ങൾക്കൊന്ന് എന്ന്. ഭാവിയിൽ അതും മാറും, ഞങ്ങൾ എന്തിന് ഞങ്ങൾക്ക് എന്തിന് എന്നാകാം. പക്ഷെ 5 കൊല്ലം മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങൾ 2 ഞങ്ങൾക്ക് 2 എന്നായിരുന്നു. 15 വർഷം മുമ്പോ ഞങ്ങൾ 2 ഞങ്ങൾക്ക് 12 എന്ന്. അപ്പം അന്ന് ഒരു മത്സരമുണ്ടായിരുന്നു. ദേർ വാസ് എ സ്ട്രഗിൾ ഫോർ സർവൈവൽ. കുട്ടികൾ തമ്മിൽ ഭക്ഷണം കിട്ടാനായിട്ടുള്ള മത്സരം. പേരെ കയറുന്നു, മാവേ കയറുന്നു, കിട്ടുന്നെല്ലാം കഴിക്കുന്നു. പക്ഷെ ആർക്കും തികയുന്നില്ല. അന്ന് ഇതുപോലുള്ള കാലറി ഇൻടേക്ക് അളവിൽ കൂടുന്ന, ആവശ്യത്തിൽ കൂടുന്ന ഒരവസ്ഥ ഇല്ലായിരുന്നു. ആ ദുരവസ്ഥ അന്നില്ലായിരുന്നു. ഇന്നിപ്പോൾ ഈ മത്സരിച്ച് ഡാഡി മമ്മി ഫീഡ് ചെയ്യുമ്പോൾ കഴിച്ച് അഡിപ്പോസ് ടിഷ്യൂ സെൽസ് നിറയുക, ഫാറ്റ് കൊണ്ട് നിറയുക. ഭാവിയിൽ വിശ്രമ ജീവിതം നയിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. എന്നും ആൾ ആക്റ്റീവ് ആണെങ്കിൽ ആ കുഴപ്പമില്ല. ഇംഗ്ലീഷ് പറയില്ലേ, സെഡൻറ്ററി ലൈഫ്, അധികം ചലനങ്ങളില്ലാത്തൊരു ലൈഫ്. ഈയിടെ ഒരാൾ പ്രാർത്ഥിക്കുന്നു കേട്ടു, ദൈവമേ ഞങ്ങൾക്ക് ഉറങ്ങാനായി രാത്രികളും വിശ്രമിക്കാനായി പകലുകളും തന്നതിന് നന്ദി. അത് രാത്രി ഉറങ്ങാൻ കിട്ടി, നല്ല കാര്യം. അതിൻ്റെ ക്ഷീണം തീർക്കാനാണ് പകലെന്നാ പുള്ളി വിചാരിച്ചിരിക്കുന്നത്. അതിന് കൊടുക്കുന്നത് നന്ദി. എല്ലാം സ്വീകരിക്കാൻ ദൈവം മുകളിൽ ഇരിപ്പുണ്ട്. നമ്മുടെ വണ്ണം കൃത്യമാണോ എന്ന് അറിയാൻ ഏറ്റവും എളുപ്പം ഇങ്ങനെ ഒരു കാൽക്കുലേഷൻ നടത്തുന്ന ബോഡി മാസ് ഇൻഡെക്സ്. നമ്മൾ സ്റ്റാൻഡേർഡ് ചാർട്ടൊന്നും നോക്കാൻ പോകണ്ട, നമുക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. വെയിറ്റ് കൃത്യം നോക്കുക, കിലോഗ്രാം ആക്കുക, എത്ര കിലോഗ്രാം. ഹൈറ്റ് കൃത്യം നോക്കുക, മീറ്ററിലാക്കുക. ഇപ്പോൾ 175 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 1.75 എന്നാക്കുക, മീറ്ററിലാക്കുക. സെൻറ്റിമീറ്ററിനെ 100 കൊണ്ടായിരിക്കും. എന്നിട്ട് അതിന് സ്ക്വയർ ചെയ്യുക. സ്ക്വയർ വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ ഇൻറ്റു ഹൈറ്റ് ഇൻ മീറ്റർ ഹോൾ സ്ക്വയർ. അപ്പോൾ കിട്ടുന്ന വാല്യൂ എത്രയെന്ന് കണ്ടുപിടിക്കും. ഇപ്പം ആരും അളക്കാൻ തുടങ്ങി, വേണ്ട പിന്നെ മതി. വീട്ടിൽ ചെന്നിട്ട് ചെയ്ത് നോക്കുക. ഭാരം ഡിവൈഡഡ് ബൈ ഉയരം സ്ക്വയർ. അപ്പം കിട്ടുന്ന വാല്യൂ 20-ൽ താഴെയാണ് പേടിക്കേണ്ട, അണ്ടർ വെയിറ്റ് ആണ്. ഇനിയും സ്കോപ്പ് ഉണ്ട് വളരാൻ, വെയിറ്റ് വെക്കാൻ കുഴപ്പമില്ല. 20-നും 25-നും ഇടയ്ക്കാണെങ്കിൽ നമ്മൾ നോർമലാണ്, ഇനി കൂടാതെ സൂക്ഷിച്ചാൽ മതി. 25-നും 30-നും ഇടയ്ക്കാണെങ്കിൽ ഓവർ വെയിറ്റ്, അല്പം കൂടുതലാണ്, ശ്രദ്ധിക്കുന്നത് നല്ലത്, കുറയ്ക്കാൻ ശ്രമിക്കണം. 30 കൂടുതലാണെങ്കിലാണ് ഒബീസ് എന്നുള്ള വിശേഷണത്തിന് യോഗ്യരാകുന്നത്. 40 കഴിയും,
അതാണ് എക്സ്ട്രാ ഒബീസ്. അപ്പോൾ ഉയരം അനുസരിച്ചാണ് ഭാരം. ഉയരം കൂടുതലുള്ളവർക്ക് ഭാരം കൂടുതലാകാം ഈ ഇൻഡെക്സ് അനുസരിച്ച്. ബോഡി മാസ് ഇൻഡെക്സ്. ഹൈറ്റ് ഇൻ മീറ്റർ ആണ്, സെന്റിമീറ്റർ അല്ല, മീറ്റർ. സെന്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് ചെറിയൊരു സംഖ്യ കിട്ടത്തുള്ളൂ. ബോഡി മാസ് ഇൻഡെക്സ് കുറവാണെന്ന് പറഞ്ഞ് നമ്മൾ തിന്ന് അവസാനം ചത്തു. മോളിക്യൂൾസും മനുഷ്യനും തമ്മിലുള്ള ബന്ധം നമുക്ക് 4 തലത്തിൽ ചിന്തിക്കാം. ഒന്ന് ബയോമോളിക്യൂൾസ്, നമ്മൾ പരിചയപ്പെട്ടു, ശരീരത്തിൻ്റെ ഭാഗമാണ് ബയോമോളിക്യൂൾസ്. മറ്റൊന്ന് ഭക്ഷണ സാധനങ്ങൾ, ഫുഡ്സ്. ദേ ആർ മോളിക്യൂൾസ് ഫോർ മാൻ, മനുഷ്യന് വേണ്ടിയുള്ളതാണ്, മനുഷ്യ ശരീരം നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ്. 3 ഡ്രഗ്സ്, മരുന്നുകൾ. ദേ ആർ യൂസ്ഡ് ബൈ മാൻ. മെറ്റബോളിസത്തിന്, ശരീരത്തിനകത്ത് നടക്കുന്ന റിയാക്ഷൻസിന് എന്തെങ്കിലും അപാകത വരുമ്പോഴാണല്ലോ അസുഖങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ അസുഖത്തിനും ഒരു മെറ്റബോളിക് ചേഞ്ച് ഉണ്ട്, അസോസിയേറ്റഡ് മെറ്റബോളിക് ചേഞ്ച്, ബയോകെമിക്കൽ ചേഞ്ച്, ഡിസോർഡർ. ആ ഡിസോർഡർ കറക്റ്റ് ചെയ്യാനായിട്ട് കെമിക്കൽ മോളിക്യൂൾസ് നമുക്ക് ലാബിൽ തന്നെ കണ്ടെത്താൻ പറ്റും. അങ്ങനെ ലാബിൽ കണ്ടെത്തുന്ന മോളിക്യൂൾസ് ക്ലിനിക്കൽ ട്രയലൊക്കെ നടത്തിയിട്ടാണ് മരുന്നുകളായിട്ട് മാറുന്നത്. അപ്പോൾ ഡ്രഗ് ഡിസൈൻ ബയോകെമിസ്ട്രിയിലെ ഒരു പ്രധാനപ്പെട്ട ചിന്താവിഷയമാണ്. അവസാനമായി പോയിസൺസ്, അറിഞ്ഞും അറിയാതെയും നമ്മുടെ ഉള്ളിലേക്ക് ആയിരക്കണക്കിന് വിഷവസ്തുക്കൾ പ്രവേശിക്കുന്നുണ്ട്. ചിലർ അറിഞ്ഞുകൊണ്ട് കഴിക്കും, ജീവിതം മതിയാക്കാൻ വേണ്ടി. പക്ഷെ അത് നമുക്ക് നമ്മുടെ അനുഭവത്തിൽ ഉള്ള കാര്യമല്ല. ജീവൻ നമ്മൾ ഉണ്ടാക്കിയതല്ല, അപ്പോൾ അത് അവസാനിപ്പിക്കാനും നമുക്ക് അവകാശമില്ല. അപ്പം ഇങ്ങനെ 4 തലത്തിൽ മോളിക്യൂൾസും മനുഷ്യനും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു, വിഷവസ്തുക്കളുണ്ട്. അതിലൊരു ഉത്തമ ഉദാഹരണമാണ് ലെഡ്, LEAD, ലെഡ്. അത് അകത്ത് പോകുന്നതിന് ഏറ്റവും എളുപ്പമുള്ള ഉദാഹരണമാണ് നമ്മൾ ബേക്കറികളിൽ ചെന്ന് വാങ്ങിച്ച് സന്തോഷത്തോടെ അകത്താക്കുന്ന നല്ല മഞ്ഞ നിറമുള്ള, സ്വർണ്ണ നിറമുള്ള ഒരു ഉണ്ട, ലഡ്ഡു എന്നതിൻ്റെ പേര്. ഈ ലഡ്ഡുവിന് ആ പേര് വന്ന എങ്ങനെ എന്ന് ഒത്തിരി പേര് റിസർച്ച് ചെയ്തു. ഗവേഷണത്തിൽ കണ്ടെത്തി എന്താണെന്നറിയുമോ? ലെഡ് എന്ന് വെച്ചാൽ ലെഡ് ഉണ്ടാകാൻ ഇടയുള്ള ഉണ്ട, അതാണ് ലഡ്ഡു. അത് ലെഡ് വരാനുള്ള കാരണം ഇതാണ്. ലെഡ് ക്രോമേറ്റ്, കെമിസ്ട്രിയിൽ അറിയാം, മഞ്ഞ നിറത്തിലുള്ള ഒരു പിഗ്മെന്റ് ആണ്. വളരെ ചെലവ് കുറഞ്ഞ പിഗ്മെന്റ്, പക്ഷെ നല്ല ബ്രില്യൻ ഗോൾഡൻ യെല്ലോ കളറുള്ളതാണ്. വില കുറവായതുകൊണ്ട് പല ബേക്കറിക്കാരും ഇന്ന് ഈ പെർമിസിബിൾ എന്ന വിശേഷണത്തിൽ വരുന്ന പിഗ്മെന്റ്സിന് പകരം ഈ ലെഡ് ക്രോമേറ്റ് ഇട്ട് ഇളക്കിയിട്ട് നല്ല മധുരമൊക്കെ ചേർത്ത് ഉരുട്ടി ഉണ്ടയാക്കി വാതുക്കെ വെച്ചേക്കും. അത് കണ്ട് വായും തുറന്ന് നമ്മൾ പോയി ഇത് വാങ്ങിച്ച് അകത്താക്കും. ഭക്ഷണത്തിലെ നിറങ്ങൾ പലപ്പോഴും അപകടകാരികളാണ്. പെർമിസിബിൾ എന്ന ലേബൽ ഉണ്ടെങ്കിൽ പോലും പലതും മൃഗങ്ങൾ പരീക്ഷിക്കുമ്പോൾ കാണുന്നത് ആ മൃഗങ്ങളിൽ പല ജനിതക വ്യത്യാസങ്ങൾ, ജനറ്റിക് മ്യൂട്ടേഷൻസ് വരെ വരുത്താൻ കഴിവുള്ളതാണ്. ചിലത് ക്യാൻസർ ഉണ്ടാക്കാൻ കഴിവുള്ളതാണ്. അപ്പോൾ പ്രകൃതി തന്നെ നമുക്ക് ധാരാളം നിറങ്ങളുണ്ട്. ചെടികളുടെ നിറങ്ങൾ, മഞ്ഞളിൻ്റെ നിറം, പൂക്കളുടെ നിറം, ബീട്രൂട്ടിൻ്റെ, ക്യാരറ്റിൻ്റെ, മുളകിൻ്റെ, പച്ചിലയുടെ, ഇതൊക്കെ പ്രകൃതിയുടെ ഭാഗമായതുകൊണ്ട് ഒരിക്കലും പോയിസണസ് അല്ല. പക്ഷേ സിന്തറ്റിക് കളേഴ്സ്, പിഗ്മെന്റ്സ്, ഡൈസ്, ഇതൊക്കെ പലപ്പോഴും അപകടകാരികളാണ്. ഒരു ഉദാഹരണം ഇതാണ് ലെഡ് ക്രോമേറ്റ്. ലെഡ് ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് പ്ലംബിസം. ലെഡിന്റെ പ്രത്യേകത അതൊരു ക്യുമുലേറ്റീവ് പോയിസൺ ആണ്. ക്യുമുലേറ്റീവ് എന്ന് വെച്ചാൽ അകത്തേക്ക് പോകുന്നത് അകത്ത് തന്നെ അടിഞ്ഞു കൂട്ടും, പുറത്തേക്ക് വരത്തില്ല. അങ്ങനെ ജീവിതാരംഭം മുതൽ നമ്മൾ അകത്താക്കുന്ന ലെഡ് അകത്ത് തുടരുകയാണ്. ഒരു ദുർബല നിമിഷത്തിൽ അത് പ്ലംബിസത്തിന്റെ സിംറ്റംസ് നമുക്ക് നൽകും. പല കൊച്ചുകുട്ടികളും റെസ്റ്റ്ലെസ് ആയിട്ട് പഠനത്തിൽ ശ്രദ്ധയില്ലാതെ, ഒന്നിലും ശ്രദ്ധിക്കാൻ കഴിയാതെ ഓടി കിടക്കുന്ന കാണാം. റെസ്റ്റ്ലെസ്നെസ്, അത് പ്ലംബിസത്തിന്റെ ഒരു അടയാളമാണെന്ന് പറയുക. മഹത്തായ റോമൻ സാമ്രാജ്യം തകർന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വില്ലൻ ലെഡ് ആയിരുന്നു എന്നൊരു കഥയുണ്ട്. കാരണം റോമൻ ചക്രവർത്തിമാർക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു. ലെഡ് കൊണ്ടുള്ള പാത്രങ്ങൾക്കകത്ത് വീഞ്ഞ് സൂക്ഷിച്ച് അവർ കുഴിച്ചിടും. 100-200 വർഷം കഴിഞ്ഞ് അത് പുറത്തെടുത്ത് ആഘോഷമായിട്ട് കുടിക്കും. വർഷങ്ങൾ ലെഡ് കൊണ്ടുള്ള പാത്രത്തിൽ, കറുത്തിയമാണ് ലെഡ് എന്ന് പറയുന്നത്, ആ പാത്രത്തിനകത്ത് വീഞ്ഞ് വെച്ചാൽ വീഞ്ഞിനകത്ത് അസറ്റിക് ആസിഡും ഈ ലെഡും കൂടെ ചേർന്ന് ലെഡ് അസറ്റേറ്റ് ഉണ്ടാകും. ലെഡ് അയോൺസ് ഉണ്ടാകും, Pb++. ആ അയോൺസ് നല്ല സ്വീറ്റ് ടേസ്റ്റാണ്, ഒരു പ്രത്യേക സ്വീറ്റ് ടേസ്റ്റ്. ആ ടേസ്റ്റിൻ്റെ ലഹരിയിൽ മുങ്ങിയാണ് ഈ റോമൻ ചക്രവർത്തിമാരൊക്കെ ജീവിച്ചിരുന്നതെന്നാണ് പറയുക. പ്രത്യേകിച്ച് അവസാന കാലത്തെ ചക്രവർത്തിമാർ. നമുക്കറിയാം, കത്തിയെരിയുന്ന റോമൻ നഗരത്തെ നോക്കിക്കൊണ്ട് വീണ വായിച്ച ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. പുള്ളി അതിനെ കൊള്ളത്തുള്ളായിരുന്നു. അതാരാ? നീറോ ചക്രവർത്തി. ഏതാണ്ട് ആ ദുരവസ്ഥ പ്ലംബിസത്തിൽ സംഭവിക്കാം. കണ്ടെടുത്തിട്ടുണ്ട്. റോമിൽ പോയി കുഴിച്ച് നോക്കിയ ആൾക്കാരൊക്കെ വലിയ ലഡ്ഡു കൊണ്ടുള്ള പാത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, കുറച്ച് വീഞ്ഞും മിച്ചമുള്ളത്.
അതവർ കുടിച്ച് നോക്കിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും അത് കുടിച്ച പ്രശ്നമാണ്. അതിനകത്ത് ലെഡിൻ്റെ അംശം വളരെ കൂടുതലാണ്. ബയോ എലിമെൻസിൻ്റെ ഉപയോഗത്തെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ ഒരു കാര്യം പഠിച്ചു. അയോഡിൻ ആവശ്യത്തിനില്ലാതെ വന്നാൽ തൊണ്ടയിലൊരു വീക്കമുണ്ടാകും. ആ വീക്കത്തെ നമ്മൾ വിളിക്കുന്നത് എൻഡമിക് ഗോയിറ്റർ എന്നാണ്. വെലന്റ് ഇൻ എ റീജിയൻ ഓർ എ കമ്മ്യൂണിറ്റി, ഒരു സ്ഥലത്തോ ഒരു സമൂഹത്തോ സുലഭമായ സാധാരണ കാണപ്പെടുന്ന കാര്യത്തെയാണ് എൻഡമിക് എന്ന് പറയുന്നത്. പകർച്ചവ്യാധിയാണ് എപ്പിഡമിക് എന്ന് പറയുന്നത്. ഇവിടെ പകർച്ചവ്യാധിയല്ല, പക്ഷേ ഒരു സ്ഥലത്തുള്ള എല്ലാവർക്കും ഉണ്ട്, അല്ലെ ഒരു കമ്മ്യൂണിറ്റിപ്പെട്ടവർക്ക് എല്ലാം ഉണ്ട്. ഒരു പ്രത്യേക തൊണ്ടയിലൊരു മുഴ, അയോഡിൻ്റെ അഭാവം, ഭക്ഷണത്തിലുള്ള അയോഡിൻ്റെ അഭാവം, പ്രത്യേകിച്ചും ചില മലനാട്ടിൽ താമസിക്കുന്ന കൊടുങ്കാട്ടിനുള്ളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ആദിവാസികളുണ്ട്, ചെറിയ സമൂഹങ്ങൾ. അവർക്കൊരു മൂപ്പനൊക്കെ കാണും. അവരവിടെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയാണ് എന്ന് വെച്ചാൽ അവിടെ തന്നെ കൃഷി ചെയ്ത് ആ ഭക്ഷണം, ആ വെജിറ്റബിൾസ് അവർ കഴിക്കുന്നു. അവിടുത്തെ വെള്ളം അവർ കുടിക്കുന്നു. അവിടുത്തെ മണ്ണ് ചിലപ്പോൾ അയഡിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അപ്പോൾ അവരുണ്ടാക്കുന്ന വെജിറ്റബിൾസിലും അവർ കുടിക്കുന്ന വെള്ളത്തിലും അയഡിൻ്റെ അളവ് പരിമിതമായിരിക്കും. അപ്പോൾ ഈ അയഡിൻ്റെ അഭാവം അനുഭവിക്കുന്നവരൊക്കെ ഈ മുഴയായിട്ട് ഓടി നടക്കും. അവരെ ഒറ്റ തിരിച്ചറിയാൻ പറ്റും. പക്ഷെ ഇന്ന് ഇതേ മുഴ ഈ ആദിവാസികളുമായിട്ട് വിദൂര ബന്ധം പോലും ഇല്ലാത്ത നമ്മുടെ ചില ഹോസ്റ്റലുകളിലെ കുട്ടികളെ കാണാറുണ്ട്, പ്രത്യേകിച്ച് ലേഡീസ് ഹോസ്റ്റലുകളിൽ. അതെങ്ങനെയെന്ന് കണ്ടെത്താനുള്ള ഗവേഷണം ചെന്നെത്തിച്ചത് നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു ഭക്ഷണ സാധനത്തിലാണ്. ആ വില്ലനാണ് ഇത്, ക്യാബേജ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന സാധനം. ഇത് കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഹോസ്റ്റലിലോട്ട് ഈ ഓട്ടോറിക്ഷയ്ക്കകത്ത് അല്ലെങ്കിൽ ചെറിയ മിനി ലോറിക്കകത്ത് നിറച്ച് ഇതിങ്ങനെ കൊണ്ടുവരും. ഹോസ്റ്റലിന് പുറകിലുള്ള ആ വാതിൽക്കൽ വണ്ടി നിർത്തിയിട്ട് അതിനകത്ത് നിന്ന് ഒരുത്തിന് ഇതങ്ങോട്ട് എറിഞ്ഞു കൊടുക്കും. അപ്പോൾ അടുക്കളയിൽ നിന്ന് ഒരാൾ കയറി പിടിക്കും, ഹൗസ് ഹാറ്റ് എന്ന് പറഞ്ഞ് കയറി പിടിക്കും, ക്രിക്കറ്റ് ബോൾ പിടിക്കുന്ന പോലെ. വളരെ എളുപ്പമാണ്, ചുവന്നോട് പോകുന്നും വേണ്ട, ഇങ്ങനെ ഒരു കൂട്ടത്തിൽ കളിയായി. എന്നിട്ടോ അകത്ത് മുറിച്ച് 3 രൂപത്തിൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും കുട്ടികൾക്ക് വിളമ്പുന്ന ഇതേ സാധനം തന്നെ പലയിടത്തും. അപ്പം നിരന്തരം ഇത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ തിരിച്ചറിയാൻ പറ്റും. അവരെ കഴുത്ത് നോക്കിയാൽ മതി, ഈ കഴിച്ച സാധനം അവിടെ തന്നെ ഉണ്ടാവും. ഇങ്ങനെ ഈ കഴിച്ച ക്യാബേജ് താഴോട്ട് പോയിട്ടില്ലെന്ന് നമുക്ക് തോന്നും. അത് മുഴുവൻ ഈ കഴുത്ത് തൂങ്ങിക്കിടക്കുക. ഇങ്ങനെ ഇത് ആട്ടി ആട്ടി അവർ സ്കോളായി വരുന്നു. കഴുത്തിലൊരു ഗ്ലാൻഡ് ഉണ്ട്, തൈറോയിഡ് ഗ്ലാൻഡ്. അതിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ഹോർമോണാണ് തൈറോക്സ്. അയോഡിൻ അടങ്ങിയ ഒരു അമിനാസിഡാണ് തൈറോക്സ്. അയോഡിൻ അടങ്ങിയ ഒരു അമിനാസിഡ്. അതുണ്ടാക്കണമെങ്കിൽ അയോഡിൻ അവിടെ എത്തണം. ഈ ക്യാബേജിൻ്റെ കുഴപ്പം അതാണ്. ക്യാബേജിനകത്തൊരു വിഷവസ്തുവുണ്ട്. ആ വിഷവസ്തു അയോഡിൻ്റെ ശരീരത്തിലേക്കുള്ള അബ്സോർപ്ഷനെ തടയും. ശരീരത്തിലേക്കുള്ള അയഡിൻ്റെ അപ്റ്റേക്ക് തടയുന്ന ഒരു വിഷവസ്തു ക്യാബേജിനകത്തുണ്ട്. ക്യാബേജിൽ തന്നെ അയഡിനുണ്ട്, പക്ഷേ അതുപോലെ അകത്ത് കയറാൻ ഈ വിഷവസ്തു സമ്മതിക്കത്തില്ല. അതാണ് ക്യാബേജിനകത്തെ വില്ലൻ. ഗോയിട്രിൻ എന്നതിന് പേരിട്ടിരിക്കുന്നത്. കാരണം അത് ഗോയിറ്റർ ഉണ്ടാക്കും. ഗോയിട്രോജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരുപാട് വസ്തുക്കളുണ്ട്. അതിൽ പ്രധാനിയാണിത്. എൽ ഐസോമർ, L5-vinyl-2-thiooxazolidone അഥവാ ഗോയിട്രിൻ, ഒരു റിംഗ് സ്ട്രക്ചർ. ക്യാബേജ് മാത്രമല്ല, നമുക്ക് പ്രിയപ്പെട്ട മറ്റ് പലതിനകത്തും ഉണ്ട്. മറ്റൊന്ന് കോളിഫ്ലവർ. ആ കോളിഫ്ലവർ പൊരിച്ചാണ് നമ്മൾ വെജിറ്റബിൾ ചിക്കനൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ വെണ്ടയ്ക്ക, ഇതിലൊക്കെ ഈ ഇതുപോലത്തെ കെമിക്കൽസ് ഉണ്ട്, ഗോയിട്രിൻ. പക്ഷേ ഈ പ്രശ്നം വരുന്നത് 3 നേരം ഇത് തന്നെ കഴിക്കുമ്പോഴാണ്, അല്ലെ ദിവസവും ഇത് തന്നെ കഴിക്കുമ്പോഴാണ്.